ദി അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. പ്രശസ്ത എഴുത്തുകാരൻ റസ്കിൻ ബോണ്ടാണ് ഈ കഥ എഴുതുന്നത്. വളരെ ചുരുങ്ങിയ രൂപത്തിൽ ചെറിയ സമയം കൊണ്ട് കഥ പറഞ്ഞു തീർക്കുക എന്നതാണ് ലക്ഷ്യം. യൂണിവേഴ്സിറ്റി എക്സാമുകളിലും മറ്റ് കേരള സിലബസ് CBSE അവരുടെ പാഠപുസ്തകങ്ങളിലും ഇതിൻ്റെ കഥകൾ പരാമർശിക്കുന്നുണ്ട്. ഉപകാരപ്പെട്ടേക്കാം. തൻ്റെ ചെറിയ പ്രായത്തിലുള്ള അനുഭവങ്ങളെ പങ്കുവെക്കുകയാണ് റസ്കിൻ ബോണ്ട്. പ്രകൃതി ഭംഗിയെയും അവിടെയുള്ള ജീവികളുമായിട്ടുള്ള സഹവാസത്തെയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഹിമാലയൻ താഴ്വരയ്ക്ക് കീഴിലുള്ള ഡെഹ്റ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു അവർ ചെറിയ കാലങ്ങളിൽ ജീവിതം കഴിച്ചു കൂട്ടിയത്. തൻ്റെ ഗ്രാൻഡ് ഫാദറും തൻ്റെ ഗ്രാൻഡ് മദറും അവരുടെ കൂടെയായിരുന്നു അദ്ദേഹം ജീവിച്ചത്. പ്രകൃതിയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാളായിട്ടാണ് തൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഇവിടെ റസ്കിൻ ബോണ്ട് പരിചയപ്പെടുത്തുന്നത്. തൻ്റെ മുറ്റത്തുണ്ടായിരുന്ന ബനിയൻ ട്രീ, ആ ബനിയൻ ട്രീയിൽ ഒരുപാട് ജീവികൾ അവിടെ കൂടുകൂട്ടിയിരുന്നു. സുഖമായിട്ട് അവകളെ ജീവിക്കാൻ അനുവദിക്കുകയും പുതിയ ജീവികളെ വാങ്ങി അഥവാ എലികളെയും മറ്റുമൊക്കെ അദ്ദേഹം വളർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ മുറ്റത്തുണ്ടായിരുന്ന ബനിയൻ ട്രീ, ആൽമരത്തെ റസ്കിൻ ബോണ്ട് സ്വന്തമാക്കുകയാണ്. ദിവസത്തിലെ നല്ലൊരു സമയം അവിടെ കഴിച്ചു കൂട്ടാൻ വേണ്ടി, അവിടെ പ്രകൃതിയെ ആസ്വദിക്കാനും അവിടെ നടക്കുന്ന ഓരോ ജീവികളുടെ നടത്തങ്ങളും കാര്യങ്ങളും നിരീക്ഷിക്കാനും റസ്കിൻ ബോണ്ട് സമയങ്ങൾ ചെലവഴിച്ചു. നമ്മുടെ റസ്കിൻ ബോണ്ട് ചങ്ങാത്തം കൂടുകയാണ്. ആദ്യം വല്ലാതെ പേടിച്ച സ്ക്വയറൽ പിന്നീട് പോക്കറ്റിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്ന രൂപത്തിൽ അത്രത്തോളം സ്നേഹത്തിലും അത്രത്തോളം സൗഹൃദത്തിലുമായി. സൂചിപ്പിക്കപ്പെട്ടതുപോലെ അദ്ദേഹം തൻ്റെ ദിവസത്തിലെ കൂടുതൽ സമയങ്ങളും ആ മരത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ മരത്തിൽ പോയിരുന്ന ഒരു ചില്ലയിൽ അദ്ദേഹം കൂടുകൂട്ടിയിരുന്നു. അവിടെ പോയിട്ട് അവിടെയുള്ള ജീവികളുടെ കാര്യങ്ങളും മറ്റും നിരീക്ഷിക്കുമായിരുന്നു. തൻ്റെ ഗ്രാൻഡ് മദർ ഡ്രസ്സുകൾ അലക്കുന്നതും ഗ്രാൻഡ് ഫാദറിനെ ടീസ് ചെയ്യുന്നതും കളിയാക്കുന്നതും ഒക്കെ അദ്ദേഹം അവിടെ നിന്ന് നിരീക്ഷിച്ചിരുന്നു. ഒരു ദിവസം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കെ ഒരു മംഗൂസും അതുപോലെ ഒരു പാമ്പും ഒരു സ്നേക്കും തമ്മിൽ അടികൂടുന്നത് അവൻ കാണുകയാണ്. ഈ കഥയിൽ അങ്ങോട്ട് വിവരിക്കുന്നത് ഈ കോബ്രയും അതേപോലെ തന്നെ ഈ മംഗൂസും തമ്മിലുള്ള യുദ്ധത്തെ, പൊരിഞ്ഞ അടിയെയും ജീവൻ മരണ പോരാട്ടത്തെയാണ്. അങ്ങോട്ട് ആക്രമിക്കലും ഇങ്ങോട്ട് ആക്രമിക്കലും അങ്ങനെ കഥ തുടർന്നു പോകുന്നു. ഈ സംഭവം അവിടെ ഒരു ജംഗിൾ ക്രോ അഥവാ ഒരു കാട്ട് കാക്കയും അതുപോലെ തന്നെ ഒരു മൈനയും ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയിൽ വെച്ച് ഇങ്ങനെ യുദ്ധത്തിൽ ഇടപെടുന്നുണ്ടെങ്കിലും പിന്നെ തന്ത്രപരമായി മൈന മാറി നിൽക്കുകയാണ്. ഇവിടെ ജംഗിൾ ക്രോ ആണെങ്കിൽ, ആ കാട്ടുകാക്കയാണെങ്കിൽ അവിടെ യുദ്ധത്തിൽ പങ്കെടുത്ത് മരണമടയുകയാണ്. ശേഷം ഈ മംഗൂസും സ്നേക്കും കോബ്രയും തമ്മിൽ വല്ലാതെ പൊരിഞ്ഞ യുദ്ധം നടക്കുകയും ശേഷം യുദ്ധത്തിൽ മംഗൂസ് വിജയിക്കുന്നു, സ്നേക്ക് പരാജയപ്പെടുന്നു. സ്നേക്കിനെ അഭിനന്ദിക്കാൻ വേണ്ടി മൈന വരുന്നതും കാണുന്നുണ്ട്. മംഗൂസിനെ അഭിനന്ദിക്കാൻ വേണ്ടി അവിടെ മൈന വരുന്നതും നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നു. ഇതൊക്കെ നിരീക്ഷിച്ച നമ്മുടെ ഈ കുട്ടി റസ്കിൻ ബോണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഗ്രാൻഡ് ഫാദറിനോട് സംഭവം വിവരിക്കുകയും ഗ്രാൻഡ് ഫാദർ മംഗൂസിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും മംഗൂസുകളെ വളർത്തുന്നതിൽ അദ്ദേഹം ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ദ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നതിൻ്റെ ഷോർട്ടായിട്ടുള്ള വിവരണം.